ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ജനുവരി 14 ആരംഭിച്ചിരുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നടത്തുന്ന ഈ യാത്ര ഈ വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയാണ്. അതുകൊണ്ട് തന്നെ കഴിയാവുന്നിടങ്ങളിലെ എല്ലാ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ പങ്കാളികളാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ യാത്രയിലൂടെ. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇപ്പോൾ വിവാദങ്ങൾക്ക് അങ്ങനെ ഒരു വഴി ഒരുങ്ങിയിരിക്കുകയുമാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകന് പട്ടിയുടെ ബിസ്ക്കറ്റ് കഴിക്കാൻ നൽകിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഒരു പ്രവർത്തകൻ കൊണ്ടുവന്ന നായക്കുട്ടിയെ ലാളിക്കുകയും അതിന് ബിസ്ക്കറ്റ് നൽകുകയും ഒക്കെ ചെയ്ത രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അത് പ്രവർത്തകന് നൽകിയെന്നാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയരുന്ന ആരോപണം. ഈ ആരോപണവുമായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അമിത് മാളവ്യയുമാണ് രംഗത്ത് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പരിഹാസ ആരോപണവുമായി ഇവർ രംഗത്തെത്തിയത്. ശേഷം ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകന് പട്ടിയുടെ ബിസ്ക്കറ്റ് കഴിക്കാൻ നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തു. താൻ ബിസ്ക്കറ്റ് കൊടുത്ത് ആ നായയുടെ ഉടമസ്ഥന് ആണ് എന്നും ബിസ്ക്കറ്റ് നീട്ടിയപ്പോൾ നായ അസ്വസ്ഥനായി കാണപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്തിനാണ് ഈ വിവാദമെന്നും മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നായ പരിഭ്രാന്തനാവുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോൾ അത് പേടിച്ചുപോയി. അങ്ങനെയാണ് നായയുടെ ഉടമസ്ഥന് ബിസ്ക്കറ്റ് കൊടുത്തത്. നായ അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് തിന്നുകയും ചെയ്തു. ഇതിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. BJP പറയുന്നത് പോലെ ഞാൻ ബിസ്ക്കറ്റ് നൽകിയത് ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല. BJPക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാരത് ജോഡോ യാത്രക്കിടെ കോൺഗ്രസ് പ്രവർത്തകന് നായകളുടെ പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് കൊടുത്തു എന്നൊക്കെ ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ BJP നേതാവും പാർട്ടിയുടെ IT സെൽ മേധാവിയുമായ അമിത് മാളവ്യ പങ്കുവച്ചത്. അദ്ദേഹം ആ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരെ നായകളോട് ഉപമിച്ചിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി നായയുടെ ബിസ്ക്കറ്റ് തന്റെ പ്രവർത്തകന് നൽകുന്നു. ഒരു പാർട്ടിയുടെ പ്രസിഡന്റും കിരീടാവകാശിയും പാർട്ടി പ്രവർത്തകരോട് നായകളെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ അത്തരമൊരു പാർട്ടി ഇല്ലാതാവുന്നത് സ്വാഭാവികമാണ് എന്ന കുറിപ്പാണ് ഈ വീഡിയോയ്ക്കൊപ്പം അദ്ദേഹം പങ്കുവച്ചത്. അങ്ങനെ മാളവ്യയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിവാദങ്ങൾക്ക് വഴിയൊരുങ്ങുകയും ചെയ്തത്. അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുലിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ അദ്ദേഹത്തിന്റെ വളർത്തുനായ പീഡിക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് നൽകിയെന്നും പിന്നീട് അതിന്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്നുമായിരുന്നു ഹിമന്തയുടെ ആരോപണം. എന്തായാലും ആ നായയ്ക്കും ഉടമയ്ക്കും ഇല്ലാത്ത കഴമ്പില്ലാത്ത ആരോപണങ്ങളൊക്കെ തൊടുത്തു വിടുകയാണ് BJP എന്ന് വേണം പറയാൻ. എന്തായാലും ഇലക്ഷൻ അടുത്തു വരുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇത്തരം ആരോപണങ്ങൾ ഉയരാനുള്ള സമയമാണ് എന്ന് വേണം പറയാൻ. വോട്ട് പിടിക്കാനും വോട്ട് മറിക്കാനുമുള്ള ഓരോ തന്ത്രങ്ങൾ തന്നെ എന്ന് വേണം പറയാൻ. എന്തായാലും ജനുവരി 14 മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 20 മുംബൈയിലാണ് അവസാനിക്കുക. 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 110 ജില്ലകളിലൂടെ 110 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമായി 6713 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കുക. 67 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം സഞ്ചരിക്കുന്നത് ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കൈപ്പേറിയ ഫലം നൽകിയ ഹിന്ദി ഹൃദയഭൂമിയായ UPയിൽ 11 ദിവസമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം നടത്തുക. 20 ജില്ലകളിലൂടെ 1074 കിലോമീറ്റർ ആണ് ദൂരം UPയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം കഴമ്പില്ലാത്തൊരു ആരോപണമായിട്ടാണ് BJP രംഗത്തെത്തിയത്. എന്തായാലും BJPയുടെ ആരോപണം ശരിയായ ആരോപണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ടതാണ്.